ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുവിധം പേർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള എത്ര കഴിച്ചാലും മതി വരാത്ത ഇളനീർ പുഡിങ്ങാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മിക്കവരും ഉണ്ടാക്കാറുള്ളത് തന്നെയായിരിക്കും. പലരും പല തരത്തിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കാറുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ 2 ഇളനീർ എടുത്തിട്ടുണ്ട്. അതിനുള്ളിലെ കാമ്പും വെള്ളവും നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുത്തു വയ്ക്കാം. ഇനി ഇളനീരിൻ്റെ കാമ്പും അതിൻ്റെ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇളനീരിൻ്റെ മുഴുവൻ വെള്ളവും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. 1 കപ്പ് മാത്രമാണ് ചേർത്തിട്ട് അടിച്ചത്. ഇനി 1 കപ്പ് പാൽ നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് ഞാൻ 15 ഗ്രാം ചൈനാഗ്രാസ് ചേർക്കുന്നുണ്ട്. നമുക്ക് ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. പലരും ഡബിൾ ബോയിൽ ചെയ്താണ് ചൈനാഗ്രാസ് മെൽറ്റ് ആക്കി എടുക്കാറുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും അതൊന്ന് മെൽറ്റായി കിട്ടാൻ. സെറ്റായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ പാലിലോട്ട് ഡയറക്റ്റായി ചേർത്ത് മെൽറ്റാക്കി എടുത്താലും പുഡിംഗ് നന്നായി സെറ്റായി കിട്ടും. സെറ്റാവാത്ത ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ 1 ലിറ്റർ പാലിലേക്ക് 10 ഗ്രാം ചൈനാഗ്രാസ് ആണ് വേണ്ടത്. ഞാൻ ഇളനീർ വെള്ളം ചേർത്താണ് അടിച്ചത്. പിന്നെ ഇതിലോട്ട് 250 മില്ലി തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട്. ഇളനീർ വെള്ളവും തേങ്ങാപ്പാലും ലൂസായിട്ടുള്ള ലിക്വിഡ് ഫോം ആയതുകൊണ്ട് അതിനും കൂടി ചേർത്തിട്ടാണ് 15 ഗ്രാം ചൈനാഗ്രാസ് ചേർത്തത്. ഞാനിതിന് മുന്നേ സെയിം മെത്തേഡിൽ അവോക്കാഡോ പുഡിംഗ് ഉണ്ടാക്കി കാണിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൽ ഞാൻ സാബൂനരി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ മെഷർമെൻറ്റ് നല്ല ക്ലിയർ ആയി പറയുന്നുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൈനാഗ്രാസ് എല്ലാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഇളനീരും 250 മില്ലി തേങ്ങാപ്പാലും മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്. എനിക്ക് കിട്ടിയ ഇളനീര് നാട്ടിലത്തെ അത്രയൊന്നും ഫ്രഷ് ആയിരുന്നില്ല. അപ്പോൾ തേങ്ങയുടെ ഫ്ലേവർ നന്നായി കിട്ടാൻ തേങ്ങാപ്പാൽ ചേർത്തതാണ്. ടിന്നിൽ വരുന്ന തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തത്. നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തിക്കറും ചേർത്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. പുഡിംഗ് കഴിക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് റെഡിയായി. അപ്പുറത്ത് ഞാൻ ബദാം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനെ തൊലി വേഗം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രങ്ങളിലേക്ക് മാറ്റാം. അതിന് മുകളിലായിട്ട് ചോപ്പ് ചെയ്ത ബദാം ചേർത്ത് കൊടുക്കാം. രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ നന്നായി സെറ്റായി കിട്ടും. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാറുള്ളത്. ഈ പുഡിംഗ് മാത്രമല്ല, ചൈനാഗ്രാസ് ചേർത്തിട്ടുള്ള ഒരുവിധ പുഡിംഗും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇളനീരിന് പകരം അവോക്കാഡോ അല്ലെങ്കിൽ മാങ്ങ അതുപോലെ ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കാം. ഇതുവരെ ഇളനീർ പുഡിംഗ് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റേത് ഫ്രൂട്ട്സ് വെച്ചുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇളനീർ വെച്ചുണ്ടാക്കുമ്പോൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.